വഖഫ് ഭേദഗതി ബിൽ എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടത്? എന്താണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? എങ്ങനെയാണ് അതിന് മേൽ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത്? ഈ 3 ചോദ്യങ്ങളാണ് ഈ വഖഫ് സംരക്ഷണ സമ്മേളനത്തിൽ പ്രസക്തമായി മാറുന്നത്. എന്തുകൊണ്ട് എതിർക്കണം എന്ന് ചോദിച്ചാൽ നിരവധി കാര്യങ്ങളുണ്ട്. ആ ബില്ലിലൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ബില്ലിൽ പ്രത്യേകമായ അധികാരങ്ങൾ കളക്ടറിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം RSS മുന്നോട്ട് വെച്ചത്. ശ്രീ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് അംഗീകരിച്ചത് ഞാൻ എന്തെങ്കിലും ചർച്ച ചെയ്തു. നമ്മൾ അടിസ്ഥാനപരമായി RSSന്റെ രാഷ്ട്രീയ വീക്ഷണത്തെ കാണണം. RSS അധികാര വികേന്ദ്രീകരണത്തിന്, ജനാധിപത്യപരമായ അധികാരക്രമത്തിന്, ഏറ്റവും കുറെ കൂടി പറഞ്ഞാൽ വികേന്ദ്രീകൃത ജനാധിപത്യത്തിന് പൂർണ്ണമായി എതിരാണ്. അവരത് അംഗീകരിക്കുന്നില്ല. RSS എന്ന സംഘടനയെ തന്നെ എടുക്കും. ശ്രീ BS മുഞ്ചെ എന്ന് പറയുന്ന RSSന്റെ സൈദ്ധാന്തികനുണ്ട്. അദ്ദേഹം മുസോളിനിയുടെ ബ്ലാക്ക് ഷർട്ട്സ് എന്ന യുവജന സംഘടനയെയും അതിൻ്റെ സംഘടനാ രീതിയെയും കുറിച്ച് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചും സംഘടനാ സങ്കല്പത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ കാഴ്ചപ്പാട് വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ശക്തനായൊരു നേതാവും ആ നേതാവിന്റെ കീഴിലുള്ള ശക്തമായൊരു രാഷ്ട്രം. നമ്മൾ ഇന്ന് കാണുന്ന വിവിധ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന യൂണിയൻ എന്ന് പറയുന്ന വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ഒരു റിപ്പബ്ലിക് എന്ന കാഴ്ചപ്പാടിനെ അവർ അംഗീകരിക്കുന്നില്ല. ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നതും അധികാരത്തിന്റെ കേന്ദ്രീകരണമാണ്. ഇത് RSSന്റെ പൊതു തത്വമാണ്. RSS എല്ലാ തരത്തിലുള്ള ജനാധിപത്യപരമായ വിനിമയങ്ങളെയും ജനാധിപത്യ ഇടപെടലുകളെയും അതിനുള്ള സാധ്യതകളെയും പൂർണ്ണമായി അടയ്ക്കുന്നുണ്ട്. നോക്കൂ, നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന വഖഫ് ബില്ലിലേക്ക് കടന്നു വന്നാൽ വിവിധ സ്ഥലങ്ങളിൽ വഖഫ് ട്രിബ്യൂണലിനുള്ള അധികാരം, വഖഫ് ബോർഡിനുള്ള അധികാരം, ഈ അധികാരങ്ങളെല്ലാം എടുത്ത് കളക്ടറിൽ കേന്ദ്രീകരിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൽ പറയുന്നത്, മുമ്പ് ഈ വഖഫിലേക്ക്, ഇവിടെ ഇപ്പോ നസീർ സാർ സൂചിപ്പിച്ചു, വഖഫിലേക്ക് ഒരാൾ ദാനം ചെയ്യുന്നു. നിലവിലുള്ള ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് ലോ പ്രകാരം, നിലനിൽക്കുന്ന നിയമപ്രകാരം, വഖഫ് ആക്ട് പ്രകാരം ഏതൊരു വ്യക്തിക്കും വഖഫിലേക്ക് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ദാനം ചെയ്യാം. മതം ഒരു ഘടകമേ അല്ല. ഒരു ഇതര സമുദായത്തിൽപ്പെട്ട ആളിനും സംഭാവന ചെയ്യാം. പക്ഷേ പുതിയ അമെൻമെന്റിലൂടെ സംഘപരിവാർ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നു, അത് പ്രാക്ടീസിങ് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, വേറൊരാൾക്ക് പറ്റില്ല. ഇനി ആരാണ് ഈ ഇസ്ലാം, ആരാണ് ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഈ സർട്ടിഫൈഡ് ഇസ്ലാം? ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്? ആരാണ്? അധികാരം കളക്ടർക്കാണ്. കളക്ടർ പറയുകയാണ് ഒരാൾ ഇസ്ലാമാണ്. അങ്ങനെ കളക്ടർ സർട്ടിഫൈ ചെയ്യുന്ന ആളിന് മാത്രമാണ് അദ്ദേഹത്തിന് ഈ വഖഫ് സ്വത്തുവകകൾ, വഖഫിലേക്ക് സ്വത്തുവകകൾ സംഭാവന ചെയ്യാൻ കഴിയുന്നത്. ബഹുമാന്യനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ,
സെക്ഷൻ 3C റോങ്ഫുൾ ഡിക്ലറേഷൻ ഓഫ് വഖഫ് എന്നൊരു ഭാഗം പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നന്മകളുടെയും മുകളിലേക്ക് ബുൾഡോസറുകൾ പായുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ റോങ്ഫുൾ ഡിക്ലറേഷൻ ഓഫ് വഖഫ് എന്ന കോൺസെപ്റ്റിലൂടെ, എന്ന നിയമ ഭേദഗതിയിലൂടെ ഈ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് രാജ്യത്ത് ഇനി നടക്കാനിരിക്കുന്ന മുഴുവൻ ബുൾഡോസർ രാജിന്റെയും ഒരു മാർഗരേഖ തയ്യാറാക്കിയിടലാണ്. നിലവിലുള്ള വഖഫ് സ്വത്തുക്കളുടെ എന്ത് തർക്കമുണ്ടെങ്കിലും നിലവിലുള്ള വഖഫ് സ്വത്തുക്കളുടെ അവകാശത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാനും അതിൽ അന്തിമമായ തീരുമാനമെടുക്കാനുമുള്ള പരമാധികാരം കളക്ടറിൽ, ജില്ലാ ഭരണകൂടത്തിൽ നിക്ഷിപ്തമാക്കി ആ റോങ്ഫുൾ ഡിക്ലറേഷൻ വഖഫ് എന്ന കോൺസെപ്റ്റിലൂടെ, ആ ഭേദഗതിയിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ വരാനിരിക്കുന്ന ബുൾഡോസർ രാജിന്, ബുൾഡോസറിന്റെ വഴികൾക്കുള്ള വഴിവെട്ടിക്കൊടുക്കുകയായിരുന്നു ഈ നിയമ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. ഇങ്ങനെ പോയാൽ ഒട്ടനവധി കാര്യങ്ങൾ ഭരണഘടനാപരമായി ഭരണഘടനയുടെ ഉറപ്പുകൾക്കുമേലുള്ള നഗ്നമായ ലംഘനമാണിത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആർട്ടിക്കിൾ 16 ക്ലോസ് 5 അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 26 ഭരണഘടനയുടെ നിർദ്ദിഷ്ട വകുപ്പുകൾ, നിർദ്ദിഷ്ട അനുച്ഛേദങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്, നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കെതിരാണ്, നമ്മുടെ രാജ്യത്തിന്റെ സെക്കുലറിസം എന്ന അടിസ്ഥാന സങ്കല്പത്തിന് പരിപൂർണമായി എതിരാണ്. എന്തുകൊണ്ട് ഈ വഖഫ് സംരക്ഷണ സമ്മേളനം പ്രസക്തമാകുന്നു? എന്തുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി ചെറുതു തോൽപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. അവിടെ എങ്ങനെയാണ് പ്രതിരോധം ഉയർന്നു വരേണ്ടത്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആ പ്രതിരോധം ഉയർന്നു വരേണ്ടത്, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ജുനൈദിന്റെ അഭിപ്രായ പ്രകടനത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇത് സംഘപരിവാറിന്റെ സങ്കുചിതമായ രാഷ്ട്രീയ നീക്കമാണെന്നും ഇന്ത്യയെ വിഭജിക്കാനുള്ള അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും തിരിച്ചറിഞ്ഞു അതിശക്തമായ യോജിക്കാൻ കഴിയുന്നവരുടെ ഐക്യനിരയെ പടുത്തുയർത്തുകയാണ് വേണ്ടത്. നമ്മുടെ ഫോക്കസ് മാറിപ്പോകരുത്. ശ്രീ നസീർ സാർ സംസാരിച്ച് അവസാനിപ്പിച്ച ഭാഗത്തിലേക്ക് നല്ല വിയോജിപ്പാനുള്ളത് ആ കാര്യത്തിൽ. ദീപിക പത്രത്തിലെ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ ലേഖനത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെയും ക്രൈസ്തവ സഭകളുടെയും പൊതു അഭിപ്രായമായി നമ്മൾ തന്നെ പ്രചരണം കൊടുക്കരുത്. ഏറെക്കാലമായി കേരളത്തിൽ വളരെ ആസൂത്രിതമായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ക്രൈസ്തവ മുസ്ലിം വിഭാഗീയത ശക്തിപ്പെടുത്താനുള്ള സംഘടിതമായ ശ്രമമാണ്. കൊണ്ടുപിടിച്ച അത്തരം ശ്രമങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ അതെല്ലാം ഒരു സമുദായത്തിന്റെ അഭിപ്രായമായിട്ട് നമ്മളതിനെ ജനറലൈസ് ചെയ്ത് പറയാൻ തുടങ്ങിയാൽ വരുന്ന പ്രശ്നം എന്താ? ക്രൈസ്തവ മുസ്ലിം വിഭാഗീയത വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സംഘപരിവാറിന് ഊർജം കൊടുക്കലാണ്. അവിടെയാണ് ശ്രീ ജുനൈദ് പറഞ്ഞത് വളരെ പ്രസക്തമാകുന്നത്. യോജിക്കാൻ കഴിയുന്ന എല്ലാവരുടെയും ഐക്യനിരയെ സൃഷ്ടിക്കുക എന്നതാണ്. സംഘപരിവാറിന് താൽക്കാലികമായി പല മിത്രങ്ങൾ ഉണ്ടാകും. സംഘപരിവാറിന് താൽക്കാലികമായി പലരെയും മിത്രങ്ങളായി ഉണ്ടാകും. പലരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. എങ്ങനെ? വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആളുകളാണ് ഞങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നടക്കും. പക്ഷെ RSS എന്താണ് എന്നതും സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും അവരുടെ അടിസ്ഥാന ലിറ്ററേച്ചറുകളിൽ വളരെ പ്രകടമാണ്. വിചാരധാരയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടന്നുപോയാൽ
ക്രൈസ്തവ പാതിരിമാരെ കുറിച്ചും ക്രൈസ്തവർ നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങളെ വക്രീകരിച്ചുകൊണ്ടും എഴുതിയിരിക്കുന്ന ഒട്ടനവധി ഭാഗങ്ങൾ കടുത്ത ഭാഷയിൽ കടന്നു പോകുന്നത് കാണാൻ കഴിയും. ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത വിധം സംഘപരിവാറിന് രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും വിയോജിപ്പുള്ളവരാണ് ക്രൈസ്തവരെന്ന് വിചാരധാര അസംദിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തൃശ്ശൂരിലോ മറ്റെവിടെയെങ്കിലുമോ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിനുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാനിന്റെ ഭാഗമായി സമീപകാലത്തായി കേരളത്തിൽ ക്രൈസ്തവ പ്രണയം നടിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾ പുറകിലോട്ട് നോക്കണം. വെറുതെ യൂട്യൂബിലേക്ക് കയറി ഈ കേരളത്തിൽ തന്നെ ശശികല ടീച്ചറെ പോലുള്ളവർ നടത്തിയിട്ടുള്ള ഭ്രാന്തമായ വർഗീയ പ്രഭാഷണങ്ങളിലേക്ക് വെറുതെ ഒന്ന് യൂട്യൂബിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ കാണാൻ കഴിയുന്നത് അങ്ങേയറ്റത്തെ ക്രൈസ്തവ വിരുദ്ധത പ്രസംഗിക്കുന്ന ശശികല ടീച്ചറെയാണ്. പിന്നെന്താ ഇപ്പോഴൊരു ക്രൈസ്തവ പ്രണയം? അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു പ്രത്യേക രാഷ്ട്രീയ പ്ലാനിന്റെ ഭാഗമാണ്, ഒരു പ്രത്യേക രാഷ്ട്രീയ പദ്ധതി. എന്താണ് രാഷ്ട്രീയ പദ്ധതി? കേരളത്തിന്റെ പ്രത്യേക സാമൂഹിക ഘടനയനുസരിച്ച് കേരളത്തിലവർക്ക് പൊളിറ്റിക്കൽ എഡ്ജ് ഉണ്ടാക്കാൻ, രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ മുസ്ലിം ക്രൈസ്തവ വിഭാഗീയത വളർത്തുക എന്നത് അവരുടെ പൊളിറ്റിക്കൽ പദ്ധതിയാണ്. ഒരു കൂട്ടം പേർ സംഘടിതമായി അത്തരം പദ്ധതികൾ തുടർച്ചയായി ആവിഷ്കരിച്ച് പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഏതെങ്കിലും ആളുകളുണ്ടാകാം. പക്ഷേ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്ലാൻ സംഘപരിവാറിനുണ്ടെന്നും അത് സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ പ്ലാൻ ആണെന്നും വഖഫ് ബിൽ ഭേദഗതി കൊണ്ടുവരുന്നതും സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ പ്ലാൻ ആണെന്നും കൃത്യമായി മനസ്സിലാക്കി നമ്മൾ സംഘപരിവാറിനെതിരായ ഈ ഗവൺമെന്റിന്റെ ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങൾക്കെതിരായ ഫോക്കസിൽ കുന്തമുന കേന്ദ്രീകരിക്കണം. യോജിക്കാൻ കഴിയുന്ന മുഴുവൻ പേരും പാർലമെന്റിൽ യോജിപ്പിന്റെ ശബ്ദമാണ് ഉയർത്തിയത്. പാർലമെന്റിന് പുറത്ത് യോജിപ്പിന്റെ ശബ്ദമാണ് ഉയർത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് വഖഫ് ബോർഡും വഖഫ് വകുപ്പും ചേർന്ന് മന്ത്രി തന്നെ മുൻകൈയെടുത്ത് എറണാകുളത്ത് വെച്ച് ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശുപാർശകൾ കൊടുക്കുന്നതിന്റെ അഭിപ്രായങ്ങൾ കൊടുക്കുന്നതിനുള്ള ഒരു അഭിപ്രായ രൂപീകരണം നടത്തുകയുണ്ടായി. ഞാനതിലുണ്ടായിരുന്നു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു ശ്രീ ഹൈബി ഈഡൻ അതിലുണ്ടായിരുന്നു. ലീഗിനെ പ്രതിനിധീകരിച്ചു ശ്രീ ഹാരിസ് ബീരാൻ വന്നിരുന്നു. വ്യത്യസ്ത മതസംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, എല്ലാവരുടെയും അഭിപ്രായം സംസ്ഥാന ഗവൺമെന്റിന്റെ ആ ഇടപെടലിനെ ഞാൻ പ്രത്യേകം പ്രശംസിക്കുകയാണ്. അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണത്തിലൂടെ യോജിക്കാൻ കഴിയുന്നവരാരൊക്കെ? ഇത് ഭരണഘടനാ സംരക്ഷണത്തിന്റെ പ്രശ്നമാണ്, വഖഫ് സംരക്ഷണത്തിന്റെ പ്രശ്നം എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങളുടെ സംരക്ഷണത്തിനുള്ള ചെറുത്തുനിൽപ്പാണിത് എന്ന നിലയിൽ ഈ വഖഫ് സംരക്ഷണ പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും ജനാധിപത്യപരമായി വികസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ വികസിപ്പിക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ ഭേദഗതികളൊന്നുമില്ലാതെ തന്നെ ബുൾഡോസറിന്റെ പൽചക്രങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമർന്നു പോയ, തകർത്തെറിയപ്പെട്ട എത്രയെത്ര വഖഫ് സ്വത്തുക്കളാണ്, വ്യക്തികളുടെ സ്വത്തുക്കളാണ്. ഡൽഹിയിൽ നിന്നും ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന ഹരിയാനയിലെ നൂഹ്, ആ നൂഹ് ജില്ലയിലെ സംഘപരിവാർ തേർവാർച്ചയുടെ നേർക്കാഴ്ചകൾ കാണാൻ എന്റെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധി സംഘത്തിൽ പോയ ഒരാളാണ് ഞാനും വി ശിവദാസൻ എംപിയും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം നിലോപ്പൽ ബസും അടങ്ങുന്ന സംഘം ഹരിയാനയിലെ നൂഹിലേക്ക്, ആ കലാപബാധിത പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ സംഘമാണ്. കാരണം ഞങ്ങൾ പോകുന്ന ദിവസമാണ് കർഫ്യൂവിൽ ഇളവുണ്ടായിരുന്ന ഏക ദിവസം. ഇവിടെ എനിക്ക് വിവരിക്കാൻ കഴിയാത്ത വിധം വിവരണാതീതമായ കാഴ്ച. നിങ്ങൾ ഈ ഇവിടെ അസർ നമസ്കരിച്ചു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ വീട്, നിങ്ങളുടെ കട ജില്ലാ ഭരണകൂടത്തിന്റെ കാർമ്മികത്വത്തിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് വെറുതെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ബെന്യാമിന്റെ ആടുജീവിതത്തിന്റെ തുടക്കത്തിൽ ബെന്യാമിൻ ആ നോവലിന്റെ ജാലകമെന്ന പോലെ കുറിച്ചിടുന്നൊരു വരിയുണ്ട്: നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ്. ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. ഹരിയാനയിലെ നൂഹിലെ ബുൾഡോസർ രാജനെ കുറിച്ച് പറയുമ്പോൾ, ജഹാംഗീർപുരിയിലെ ബുൾഡോസർ രാജനെ കുറിച്ച് പറയുമ്പോൾ, ബുൾഡോസറുകൾ വന്ന വീടുകളും കടകളും എല്ലാം ഇടിച്ചു നിരത്തിപ്പോയതിനെ കുറിച്ച് പറയുമ്പോൾ
നമ്മൾ അനുഭവിക്കാത്ത ജീവിതമായതുകൊണ്ട് നമുക്ക് കെട്ടുകഥയായി തോന്നും. കാരണം നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട്. എന്നാൽ കെട്ടുകഥകൾക്കപ്പുറത്ത് യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നിശബ്ദനായി നിൽക്കേണ്ടി വന്നൊരു ജനപ്രതിനിധിയാണ് ഞാൻ മാത്രമല്ല, പോയിട്ടുള്ള ആരുണ്ടോ അവരെല്ലാം. വന്ന മാധ്യമ പ്രവർത്തകർ, വാക്കുകളില്ല. ആ ബുൾഡോസർ രാജിന്റെ മുമ്പിലാണ്, ഹരിയാനയിലെ നൂഹിലെ ബുൾഡോസർ രാജിന്റെ ഒരു ഘട്ടം കടക്കുമ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞു, ഈ നടക്കുന്നത് എത്നിക് ക്ലെൻസിംഗാണ്, വംശീയോന്മൂലനമാണ്, നിർത്തണം. ജഹാംഗീർപുരിയിൽ ബൃന്ദാകാരാട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ ചെറുത്തുനിൽപ്പ് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ സുപ്രീം കോടതി ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘപരിവാർ RSS ജന്മമെടുത്തിട്ട് ഈ 25-ന് 100 വർഷം പൂർത്തിയാവുകയാണ്. 2025-ൽ RSS ഒരാൾക്കൂട്ടമല്ല, ലക്ഷ്യമുണ്ട്. എന്താണ് RSSന്റെ ലക്ഷ്യം? ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം. എന്താണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തത്വം? അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഉയർക്കൊണ്ടുവന്ന സങ്കല്പമാണ്. അത് ഇൻക്ലൂസീവ് സെക്കുലറിസമാണ്. എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു സെക്കുലർ ദേശീയത, ഒരു ഇൻക്ലൂസീവ് ദേശീയത. എല്ലാവരെയും, അതിനെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാറ്റിനെയും ചേർത്ത് നിൽക്കുന്ന, ഉൾക്കൊള്ളുന്ന, എല്ലാ സംസ്കാരങ്ങളെയും അംഗീകരിക്കുന്ന, വൈവിധ്യങ്ങളെ, പ്ലൂറലിസത്തെ അതിന്റെ ആത്മാവായി കാണുന്ന ഇന്ത്യയുടെ ഭരണഘടന അതിൽ നിന്നും തികച്ചും വിരുദ്ധമായി എല്ലാ വികേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനങ്ങളെയും തകർത്ത് കേന്ദ്രീകൃതമായ ഒരു ഭരണക്രമത്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ആ നയം അടിച്ചേൽപ്പിക്കുന്നതിന്റെ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പരാമർശിച്ച വഖഫ് ഭേദഗതി നിയമത്തിലൂടെ സംഘപരിവാർ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനെതിരെ എന്റെ പാർട്ടി വളരെ ശക്തമായ അഭിപ്രായ രൂപീകരണം നടത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ്. പാർലമെന്റിനുള്ളിൽ അതിശക്തമായി ഈ ജനാധിപത്യ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ നീക്കത്തിനെതിരെ എന്റെ പാർട്ടി നിലപാടെടുക്കും, നിലയുറപ്പിക്കും. പാർലമെന്റിന് പുറത്ത് എല്ലാ അഭിപ്രായ രൂപീകരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും കോർത്തിണക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പരസ്പരം കൈകോർത്ത് ഒരുമിച്ചൊന്നായി അതിശക്തമായി മുന്നോട്ട് പോകാനും ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കാനും തയ്യാറാകും എന്ന് വിനയപൂർവ്വം ഈ സദസ്സിന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.